ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഘാന, ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. അടുത്ത മാസം 2, 3 തീയതികളിൽ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഘാനയിലെത്തും. ഘാന പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. റെയിൽവേയിലെ പുതുക്കിയ യാത്രാനിരക്കുകൾ നാളെ പ്രാബല്യത്തിൽ വരും. ഓർഡിനറി ക്ലാസുകളിൽ 500 കിലോമീറ്റർ ദൂരം വരെ നിരക്ക് വർധന ഉണ്ടാകില്ല. മറ്റ് ക്ലാസുകളിൽ കിലോമീറ്ററിന് അര പൈസയാണ് വർധന. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ കിലോമീറ്ററിന് 1 പൈസ വർദ്ധിക്കും. എസി കോച്ചുകൾക്ക് കിലോമീറ്ററിന് 2 പൈസയാണ് വർധന. റിസർവേഷൻ ചാർജ്, സർചാർജ് തുടങ്ങിയവയിൽ മാറ്റമുണ്ടാകില്ല. മാവേലിക്കരയ്ക്കും ചെങ്ങന്നൂരിനുമിടയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണതിനെ തുടർന്ന് കോട്ടയം വഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ്, തിരുവനന്തപുരം യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ്, തിരുവനന്തപുരം ചെന്നൈ സൂപ്പർഫാസ്റ്റ്, തിരുവനന്തപുരം മംഗളൂരു ജംഗ്ഷൻ വഞ്ചിനാട് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. തെലങ്കാനയിലെ സംഗറെഡ്ഡി ജില്ലയിലെ പശമിലാറം വ്യാവസായിക കേന്ദ്രത്തിൽ സ്ഫോടനം. 12 തൊഴിലാളികൾ മരിച്ചു. 26 പേർക്ക് പരിക്കേറ്റു. സിഗാച്ചി കെമിക്കൽ വ്യവസായ കേന്ദ്രത്തിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടം. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. രാജ്യത്ത് GST സംവിധാനം നിലവിൽ വന്നതിന്റെ 8ാം വാർഷികം നാളെ. ചരക്ക് സേവന നികുതി വരുമാനത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ രേഖപ്പെടുത്തിയത് ഇരട്ടി വളർച്ചയാണ്. 2020-21 11.37 ലക്ഷം കോടി രൂപയായിരുന്ന നികുതി വരുമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സർവ്വകാല റെക്കോർഡായ 22.8 ലക്ഷം കോടി കടന്നു. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ ഓയിലിന്റെ ആഭിമുഖ്യത്തിൽ നാളെ കോട്ടയത്ത് സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ വാരാചരണം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന പരിപാടിയിൽ ശുചിത്വവും പരിസ്ഥിതി സുസ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്ന സംരംഭങ്ങൾക്ക് കേന്ദ്ര സഹമന്ത്രി നേതൃത്വം നൽകും. തുടർന്ന് ശ്രീ സുരേഷ് ഗോപി കുട്ടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. തൊഴിൽ നേടുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷവും കോളേജ് ഓഡിറ്റോറിയവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉത്തര മലബാറിലെ ഏക ഗവൺമെന്റ് വനിതാ കോളേജാണ് കണ്ണൂർ പള്ളിക്കുന്നിലെ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജ്. പൊതുജനങ്ങളുടെ അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഫയൽ അദാലത്ത് നാളെ മുതൽ ഓഗസ്റ്റ് 31 വരെ നടക്കും. ഇതിനായുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചു. ഈ വർഷം മെയ് 31 വരെയുള്ള ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ ജൂൺ മാസത്തെ റേഷൻ വിതരണം മറ്റന്നാൾ വരെ നീട്ടിയതായി ഭക്ഷ്യമന്ത്രി GR അനിൽ. ജൂലൈ 3 മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും. 4 മുതൽ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിന്റെ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ നാളെ ചുമതലയേൽക്കും. 1991 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ്. വിരമിച്ച DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന് പോലീസ് ആസ്ഥാനത്ത് ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് നൽകുന്ന സൈക്കിൾ വിതരണോദ്ഘാടനം മന്ത്രി MB രാജേഷ് നാളെ കണ്ണൂരിൽ നിർവഹിക്കും. കണ്ണൂർ, പാലക്കാട് ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ സൈക്കിളുകൾ നൽകുന്നത്. വിംബിൾഡൺ ഗ്രാൻഡ്സ്ലാം മത്സരങ്ങൾക്ക് ലണ്ടനിൽ തുടക്കം. ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ട് സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസ് ഇത്തവണ വിംബിൾഡണിൽ മാറ്റുരയ്ക്കുന്നു. രോഹൻ ബൊപ്പണ്ണ ഉൾപ്പെടെ 4 ഇന്ത്യൻ താരങ്ങൾ ഇത്തവണ വിവിധ വിഭാഗങ്ങളിൽ മത്സരിക്കും. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 92 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. 95 പേർ അറസ്റ്റിലായി. മയക്കുമരുന്ന് വിൽപ്പന സംബന്ധിച്ച വിവരങ്ങൾ ആന്റി നാർക്കോട്ടിക് കൺട്രോൾ റൂം നമ്പറായ 9497927797 അറിയിക്കാവുന്നതാണ്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി തല കമ്പ്യൂട്ടർ അധിഷ്ഠിത പൊതുപരീക്ഷയ്ക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. 3131 ഒഴിവുകളിലേക്കാണ് നിയമനം. അപേക്ഷകൾ ssc.gov.in എന്ന വെബ്സൈറ്റിലൂടെ അടുത്ത മാസം 18 മുൻപായി സമർപ്പിക്കാം. ഗോത്ര അറിവുകൾ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി ഉപയോഗപ്പെടുത്തുന്ന ഗോത്രഭേരി പദ്ധതിയുമായി ബന്ധപ്പെട്ട ശില്പശാല സംഘടിപ്പിക്കുന്നു. ശില്പശാല മന്ത്രി AK ശശീന്ദ്രൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് റൂൾ കർവ് ലെവലിന് മുകളിൽ തുടരുന്നു. നിലവിൽ 136.4 അടിയാണ് ജലനിരപ്പ്. ഡാമിൽ നിന്നും 13 സ്പിൽവേ ഷട്ടറുകൾ വഴിയും വെള്ളം പുറത്തേക്കൊഴുകുന്നുണ്ട്. സെക്കൻഡിൽ 363.1 ഘനയടി വെള്ളമാണ് പുറത്തേക്കൊഴുകുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.
അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.